0% പലിശ നിരക്കിൽ ഭവന വായ്പ. അതെ, സത്യമാണ്. ഭവന വായ്പയുടെ പലിശ നിരക്കിന്റെ ഭാരം തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ വീഡിയോയിൽ പറയുന്ന ഒരു ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഭവന വായ്പയുടെ പലിശ നിരക്കിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാം. ഇനി പറയാൻ പോകുന്ന SIP ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭവന വായ്പയുടെ പലിശ നിരക്ക് 0% കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പ്രസ്റ്റീജിന്റെ കൂടി വിഷയമായിട്ട് മലയാളികൾ പലപ്പോഴും കണക്കാക്കുന്നു. അതിനായിട്ട് ആളുകൾ ദുബായിലും ഗൾഫ് കൺട്രിയിലും മറ്റ് പല രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെട്ട് നാട്ടിൽ വീട് വെക്കുന്നു. പക്ഷെ നമുക്കറിയാം, വീട് വെക്കുക എന്ന് പറയുന്നത് ഇന്ന് പഴയ പോലെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, കല്ലിനും മണ്ണിനും സിമെന്റിനും കമ്പിക്കും എല്ലാം ഇന്ന് വില കൂടി വരുന്ന കാര്യം നമുക്കറിയാം. സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ വീട് വെക്കുന്നതിനായിട്ട് തന്നെ വലിയ ഒരു തുക സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട് വെക്കുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ട് ഒരുമിച്ചെടുത്ത് ഒരു വീട് വെക്കാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഭവന വായ്പ അല്ലെങ്കിൽ ഹോം ലോൺ എന്ന് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വെക്കുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ഹോം ലോൺ. പക്ഷേ ഹോം ലോണിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു കാർ ലോൺ വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നത് പോലെയല്ല, വലിയ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഹോം ലോണിൽ നിന്നും എടുക്കുന്നത്. 20 തൊട്ട് 30 തൊട്ട് 50 ലക്ഷം, 1 കോടി രൂപ വരെയാണ്, അല്ലെങ്കിൽ 1 കോടിക്ക് മുകളിൽ വരെ ഹോം ലോണുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് അതൊരു ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആയി മാറുന്നു. അതായത് 20, 30, 40 വർഷമായിരിക്കും അതിന്റെ തിരിച്ചടവ് കാലയളവ് എന്ന് പറയുന്നത്. നമ്മൾ പലിശ ഇനത്തിൽ വലിയൊരു തുകയും കൊടുക്കുന്നു. സോ ഹോം ലോൺ എന്ന് പറയുന്നത് വലിയ ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ, പലിശ ഇനത്തിൽ നമ്മൾ ഹോം ലോണിലേക്ക് അടക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോം ലോൺ എടുത്ത് നമ്മൾ തിരിച്ചടക്കുന്ന സമയത്ത് നമ്മൾ മുതലിനേക്കാൾ കൂടുതൽ പലിശ അല്ലെങ്കിൽ മുതലിന്റെ ഇരട്ടി പലിശ എമൗണ്ട് വരെ നമ്മൾ ഈ ഒരു ഹോം ലോൺ അക്കൗണ്ടിലേക്ക് അടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആൾക്കാർക്ക് ഇത് പലപ്പോഴും അറിയാമെങ്കിലും വേറെ മാർഗമില്ലാത്തതിനാൽ ഹോം ലോൺ എടുക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ, ചില മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പലിശ നിരക്കിന്റെ ഭാരം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. തീർച്ചയായും നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്ന ആളാണെങ്കിൽ, ഹോം ലോൺ എടുക്കാൻ പ്ലാനുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഹോം ലോൺ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. എങ്ങനെയാണ് ഭവന വായ്പയുടെ പലിശ നിരക്ക് 0% ആയി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇന്ന് അനവധി ബാങ്കുകൾ, നിരവധി ബാങ്കുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഈ ബാങ്കുകളിൽ എല്ലാം തന്നെ ഭവന വായ്പ കൊടുക്കുന്നുമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഹോം ലോൺ കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഈടും നമ്മൾ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വിപുലമായ രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സിലൂടെ ബാങ്കുകൾ ഹോം ലോൺ കൊടുക്കുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ നോക്കി എടുക്കുകയാണെങ്കിലും വളരെ വലിയ പലിശ ഭാരം തന്നെയാണ് ഭവന വായ്പ എടുക്കുന്നതിലൂടെ നമ്മളിൽ ചുമത്തപ്പെടുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ 40 ലക്ഷം നിങ്ങളുടെ ഭവന വായ്പയായി ഒരു 40 ലക്ഷം ബാങ്കിൽ നിന്നും എടുക്കുന്നു 9% പലിശ നിരക്കിൽ. 20 വർഷമാണ് ഇതിന്റെ തിരിച്ചടവ് കാലയളവ് എന്നിരിക്കട്ടെ. നിങ്ങളുടെ പ്രതിമാസ EMI, ഒരു മാസം നിങ്ങൾ ഇതിലേക്ക് അടക്കേണ്ട തുക 35,989 രൂപയായിരിക്കും. 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഹോം ലോൺ തിരിച്ചടക്കുമ്പോഴേക്കും നിങ്ങൾ മൊത്തം അടച്ചിട്ടുണ്ടാകുന്ന തുക എന്ന് പറയുന്നത് 86,37,000 രൂപയായിരിക്കും. അതായത് നിങ്ങൾ എടുത്ത ഭവന വായ്പ 40 ലക്ഷമാണ്, അതിനേക്കാൾ കൂടുതൽ, അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ നിങ്ങൾ തിരിച്ചടച്ചിട്ടുണ്ടാകും. ഇതിൽ പകുതിയിലധികവും പലിശയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ 40 ലക്ഷം ഭവന വായ്പ എടുത്തതിൽ നിങ്ങൾ 86,37,000 തിരിച്ചടച്ചപ്പോൾ നിങ്ങൾ 46,37,000 രൂപ നിങ്ങൾ എടുത്ത മുതലിനേക്കാൾ ഇരട്ടി തുക നിങ്ങൾ പലിശ ഇനത്തിൽ മാത്രം അടച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നുകൂടി ക്രിസ്പായിട്ട് പറയുകയാണെങ്കിൽ, ഹോം ലോണിന്റെ പലിശ നിരക്കിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ആദ്യം ഒന്ന് പരിശോധിക്കാം. ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് ബേർഡൻ, അതിന്റെ പലിശ നിരക്കിന്റെ ഒരു ഭാരം എങ്ങനെയാണ് നമ്മളിൽ ചെലുത്തപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എമൗണ്ടായി എടുത്തിരിക്കുന്നത്. ലോണിന്റെ കാലാവധി, ലോൺ ടെന്യൂർ 20 വർഷമാണ്. പ്രതിമാസം നമ്മൾ അടക്കേണ്ട തുക, EMI ആയിട്ട് അടക്കേണ്ട തുക 35,989 രൂപ. ലോണിന്റെ പലിശ നിരക്ക് 9%. സോ ടോട്ടൽ നമ്മൾ അടക്കുന്ന തുക 86,37,000 രൂപ. ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയി വന്നത് 40 ലക്ഷം രൂപ. പലിശ ഇനത്തിൽ മാത്രം വന്ന തുക 46,37,000 രൂപ. അതായത് നിങ്ങൾ 20 വർഷത്തേക്ക് 40 ലക്ഷം രൂപ ഭവന വായ്പ എടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പകുതി അടച്ചു തീർക്കുന്നതിന് വേണ്ടി മാത്രം തന്നെ 14 വർഷം എടുക്കുന്നു. അതായത് അത്രയും എക്സ്പെൻസീവ് ആണ് ഇതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. 20 വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുത്ത സമയത്ത് അതിന്റെ ആദ്യത്തെ 12 മുതൽ 13 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങൾ അടക്കുന്ന തുകയുടെ പകുതി അധികവും പലിശ
ഇനത്തിലേക്ക് മാത്രമാണ് മാറ്റപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതേ 40 ലക്ഷം രൂപ നിങ്ങൾ 20 വർഷത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ EMI ആയി അടക്കുന്ന തുക 4,31,868 രൂപയായിരിക്കും. ഈ തുകയിൽ 74,908 രൂപ മുതലിലേക്ക് പോകുന്നു. ബാക്കി വരുന്ന 3,56,960 രൂപയോളം പലിശ ഇനത്തിലേക്ക് മാത്രമാണ് ആദ്യത്തെ വർഷം പോകുന്നത്. നോക്കൂ, നമ്മൾ അടക്കുന്ന തുകയുടെ ഭൂരിഭാഗവും 85% പോലും പലിശ ഇനത്തിലേക്ക് മാത്രമാണ് മാറ്റപ്പെടുന്നത്. ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആകെ ലോണിന്റെ 1.87% മാത്രമാണ് നിങ്ങൾ അടച്ചു തീർന്നിരിക്കുന്നത്. നിങ്ങൾ 9 വർഷം, ഒരു വർഷം പോട്ടെ, നിങ്ങളൊരു 9 വർഷം ഹോം ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നു. 9 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും 24.78% മാത്രമാണ് നിങ്ങൾ വായ്പ അടച്ചു തീർന്നിട്ടുള്ളത്. എടുത്ത 40 ലക്ഷത്തിൽ 20 ലക്ഷം അടച്ചു തീർക്കണമെങ്കിൽ തന്നെ 14 വർഷം വേണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 18 വർഷം തുടർച്ചയായി നിങ്ങൾ EMI അടച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലോണിന്റെ 80% പൂർത്തിയായി എന്ന് പറയാം. മൊത്തം നിങ്ങൾ അടച്ചു തീർക്കുന്ന സമയത്ത് 20 വർഷത്തിന് ശേഷം നിങ്ങൾ കടത്തിൽ നിന്നും മുക്തി നേടി നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ കാൽക്കുലേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ 20 വർഷത്തേക്ക് 40 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 14 വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു തീർക്കുന്നത് ലോണിന്റെ പകുതി തുക മാത്രമാണ്. മുതലും പലിശയും അടക്കം നമ്മൾ ആദ്യത്തെ വർഷം അടക്കുന്ന തുക 4,31,868 രൂപയാണ്. അതിൽ 74,908 രൂപ പ്രിൻസിപ്പൽ പോർഷനിലേക്കും 3,56,960 രൂപ പലിശയിലേക്കും പോകുന്നു. ബാക്കി വരുന്ന തുക 39,25,092 രൂപ ലോണിൽ ആകെ അടച്ചു തീർത്തത് 1.87% മാത്രമാണ്. രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 4,31,862 രൂപയാണ് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടക്കം വരുന്ന തുക. അതിൽ 81,935 രൂപയാണ് നിങ്ങൾ മുതലിലേക്ക് അടച്ചത്. 3,49,933 രൂപ നിങ്ങൾ പലിശ ഇനത്തിലേക്ക് മാത്രം അടച്ചിരിക്കുന്നു. 38,43,156 രൂപ ബാക്കി നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. മൊത്തം ലോണിന്റെ 3.92% ഇവിടെ അടച്ചു തീർത്തത്. മൂന്നാമത്തെ വർഷവും 4ാമത്തെ വർഷവും 5ാമത്തെ വർഷവും പരിശോധിക്കുന്ന സമയത്ത് മൂന്നാമത്തെ വർഷം നിങ്ങൾ 6.16%, ലോണിന്റെ 6.16% നിങ്ങൾ അടച്ചു തീർത്തിരിക്കുന്നു. 4ാമത്തെ വർഷമാകുമ്പോഴേക്കും 8.61% നിങ്ങൾ അടച്ചു തീർത്തിരിക്കുന്നു. 5ാമത്തെ വർഷമാകുമ്പോഴേക്കും 11.29% നിങ്ങൾ അടച്ചു തീർത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ വർഷം 37,53,535 രൂപ, 4ാമത്തെ വർഷം 36,55,506 രൂപ, 5ാമത്തെ വർഷം 35,48,282 രൂപ. ഇങ്ങനെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ 9ാമത്തെ വർഷം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പൽ പോർഷനിലേക്ക് അടക്കുന്നത് 1,53,481 രൂപ, പലിശ ഇനത്തിലേക്ക് പോകുന്നത് 2,78,387 രൂപ. ബാക്കി വരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 30,08,915 രൂപ, ലോണിന്റെ 24.78% അടച്ചു തീർത്തിരിക്കുന്നു. അത് 14 വർഷമാകുമ്പോഴേക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എമൗണ്ട് 19,96,558 രൂപ, ലോണിന്റെ 50%, 50.09% അടച്ചു തീർത്തിരിക്കുന്നു. 18 വർഷമാകുമ്പോഴേക്കും 3,43,971 രൂപ പ്രിൻസിപ്പൽ പോർഷനിലേക്കും 87,897 രൂപ പലിശയിലേക്കും 7,87,769 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയി നിൽക്കുന്നു. ലോണിന്റെ 80.31% അടച്ചു തീർത്തിരിക്കുന്നു. ഇനി അവസാന വർഷം 20ാമത്തെ വർഷത്തിലേക്ക് വരുന്ന സമയത്ത് 4,11,532 രൂപ പ്രിൻസിപ്പളിലേക്കും 20,337 രൂപ ഇൻട്രസ്റ്റ് ആയും അടച്ചപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എമൗണ്ട് 0, അതായത് ലോൺ എമൗണ്ട് എല്ലാം അടച്ചു തീർന്നിരിക്കുന്നു. 100% ലോൺ കംപ്ലീറ്റ് ആയി എന്നിവിടെ കാണാം. ഇവിടെ നമുക്ക് കാണാം പ്രിൻസിപ്പൽ എമൗണ്ട് ടു ബി പെയ്ഡ് ഓൺ ദ ലോൺ 40 ലക്ഷം രൂപയാണ് നമ്മൾ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് അടക്കേണ്ടത്. മൊത്തം ഇൻട്രസ്റ്റ് എമൗണ്ട് പലിശ ഇനത്തിലേക്ക് മാത്രം അടച്ച തുക 46,37,000 രൂപ. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആയി നമ്മൾ ടോട്ടൽ അടച്ച തുക 86,37,000 രൂപ. 40 ലക്ഷം രൂപ 20 വർഷത്തേക്ക് എടുക്കുന്ന സമയത്ത് ലോണിന്റെ പകുതി അടച്ചു തീർക്കാൻ തന്നെ 14 വർഷം എടുക്കുന്ന കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോണിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ലോണിന്റെ മുതലിലേക്ക് പോകുന്ന തുക വളരെ കുറവും പലിശയിലേക്ക് പോകുന്ന തുക വളരെ കൂടുതലുമായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ലോണിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ഏകദേശം 18-20 വർഷം ആകുമ്പോഴേക്കും നമ്മൾ മുതലിലേക്ക് അടക്കുന്ന തുക കൂടുകയും പലിശ ഇനത്തിലേക്ക് അടക്കുന്ന തുക കുറയുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതാണ് ഹോം ലോണിന്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, ഹോം ലോണിന്റെ പലിശയുടെ ഒരു ഭാരം എന്ന് പറയുന്നത് അതിന്റെ പലിശ കാരണം ഉണ്ടാകുന്ന നമ്മൾ അത്രയും എമൗണ്ട്, നമ്മൾ എടുക്കുന്ന തുകയുടെ പകുതിയിലധികം എമൗണ്ട് പലിശ ഇനത്തിലേക്ക് മാത്രം പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ടേബിളിലൂടെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ പലിശ നിരക്ക്. നമ്മൾക്ക് വളരെ ചെറിയ ഇൻട്രസ്റ്റ് മാത്രമേ അവർ തരുന്നുള്ളൂ എന്ന് പറയുന്നെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ഒരു കാര്യവുമില്ലാതെ ആ പലിശ ഇനത്തിലേക്ക്
നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. എങ്ങനെയാണ് ഹോം ലോണിൽ നമ്മൾ അടക്കുന്ന, നമ്മൾ കണ്ടു കഴിഞ്ഞു പകുതിയിൽ അധികം എമൗണ്ട് നമ്മൾ പലിശ ഇനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ കൊടുക്കുന്ന പലിശ എങ്ങനെയാണ് നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലൂടെ നമ്മൾ ഹോം ലോണിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന്. ഇവിടെ കാണാം ഹോം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപയാണ് നമ്മൾ ഹോം ലോൺ എമൗണ്ട് ആയി എടുക്കുന്നത്. ഈ 40 ലക്ഷം ഹോം ലോൺ എമൗണ്ട് ആയി എടുത്തതിൽ നിന്നും 0.16% നമുക്ക് SIP നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. പ്രതിമാസം SIP 6400 രൂപ. മ്യൂച്വൽ ഫണ്ടിന്റെ ആവറേജ് പ്രതിവർഷ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 12% ആയിരിക്കും. സോ 20 വർഷത്തിന് ശേഷം നമ്മൾ ഹോം ലോൺ എടുക്കുന്നത് 20 വർഷത്തേക്കാണ്. 20 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 63.31 ലക്ഷം രൂപയായിരിക്കും. അതായത് 63,31,000 രൂപ. 20 വർഷത്തേക്ക് നിങ്ങൾ SIP യിൽ നിക്ഷേപിക്കുന്ന തുക 15,36,000 രൂപയായിരിക്കും. ഇൻവെസ്റ്റ്മെന്റിന് ശേഷം, അതിന്റെ മെച്യൂരിറ്റി കാലയളവിന് ശേഷം SIP യിൽ ഉണ്ടാകുന്ന തുക 47,95,000 രൂപയായിരിക്കും. സോ ഹോം ലോണിൽ നമ്മൾ 20 വർഷത്തേക്ക് അടക്കുന്നത് 46,37,000 രൂപയെ നമ്മളിവിടെ കണ്ടു. SIP യിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്? 47,95,000 രൂപ. സോ പലിശ ഇനത്തിൽ നമ്മൾ ചിലവാക്കിയ തുക, നമ്മൾ പലിശ ഇനത്തിലേക്ക് ഒരു കാര്യവുമില്ലാതെ കൊടുത്ത ആ ഒരു എമൗണ്ട് നമുക്ക് SIP യിൽ നിന്നും തിരിച്ചു കിട്ടി. ഈ എമൗണ്ട്, ഈ SIP യിൽ നിക്ഷേപിക്കാനുള്ള എമൗണ്ട് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? 0.16% നമ്മൾ എടുത്ത ഹോം ലോണിൽ നിന്നും നമ്മൾ മാറ്റി നമ്മൾ SIP യിലേക്ക് നിക്ഷേപിച്ചു. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിചാരിതമായി സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. സോ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വെറും 600 മുതൽ 700 രൂപ വരെ പ്രതിമാസം പ്രീമിയം അടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 കോടി രൂപ വരെയുള്ള ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭ്യമാണ്. 51ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ നിങ്ങൾക്കിവിടെ താരതമ്യം ചെയ്യാൻ പറ്റും. ഇവയിൽ നിന്നും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേം ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് തിരഞ്ഞെടുക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു, അവരുടെ അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭിക്കുന്നു. ടേം ഇൻഷുറൻസിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കി. പക്ഷെ നമ്മൾക്ക് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും ലഭിക്കാവുന്നതാണ്. മാസത്തിൽ 400 മുതൽ 500 രൂപ വരെ നിങ്ങൾ നൽകുകയാണെങ്കിൽ 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല 25% ഡിസ്കൗണ്ടും ലഭ്യമാണ്. അതുകൂടാതെ വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിൽ 51ലധികം ഇൻഷുറൻസ് പോളിസികൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ടിൽ ഇൻഷുറൻസ് നേടാവുന്നതാണ്. SIP നിക്ഷേപത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ പലിശ ഇനത്തിൽ കൊടുത്ത എമൗണ്ട് റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭവന വായ്പ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന വീടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിവർഷ വരുമാനത്തിന്റെ 5 മടങ്ങിൽ കൂടുതൽ കവിയാൻ പാടില്ല. അതായത് നിങ്ങളുടെ പ്രതിവർഷ വരുമാനം 20 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഒരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഹോം ലോൺ എടുക്കുമ്പോൾ 20 മുതൽ 25% വരെ ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. മിക്ക ബാങ്കുകളിലും ഇത്രയും എമൗണ്ട് 20 മുതൽ 25% വരെ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിനേക്കാൾ 30-35% കൂടാൻ പാടില്ല നിങ്ങളുടെ പ്രതിമാസ EMI. അതായത് നിങ്ങളുടെ പ്രതിമാസ വരുമാനം 1 ലക്ഷം രൂപയാണെങ്കിൽ മാക്സിമം 35,000 രൂപയായിരിക്കണം നിങ്ങൾ അടക്കുന്ന EMI. കാരണം നിങ്ങളുടെ സാലറിയിലെ കൂടുതൽ പോർഷൻ EMIയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധ്യത കുറവായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭവന വായ്പ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടെന്യൂർ, അതിന്റെ കാലയളവ് 20 വർഷത്തിൽ കൂടാൻ പാടുള്ളതല്ല. കാരണം കാലയളവ് കൂടുന്തോറും അതിന്റെ പലിശ നിരക്കും കൂടുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിയും.
അപ്പോൾ എങ്ങനെയാണ് ഒരു ഭവന വായ്പയുടെ പലിശ നിരക്ക് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ എങ്ങനെയാണ് ആ പലിശ നിരക്കിൽ കൊടുക്കുന്ന തുക, നിങ്ങളെടുത്ത വായ്പയുടെ അതേ തുക തന്നെ നിങ്ങൾ പലിശ ഇനത്തിൽ മാത്രം അടക്കുന്ന ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞു. പക്ഷെ ആ തുക എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, നമുക്ക് ചില സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വഴികളിലൂടെ ആ തുക എങ്ങനെ റിട്രീവ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭവന വായ്പയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഭവന വായ്പ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭവന വായ്പ ഓൾറെഡി എടുത്ത് EMI അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ബോസ്വാല മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.